അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ക്ലാസ് 8 ഫിഖ്ഹുൽ ഇസ്ലാമിലെ 3-ാമത്തെ പാഠത്തിന്റെ തദ്രിബാത്താണ്. തദ്രിബാത്തിലേക്ക് കടക്കാം. അൽ മഫ്ഊവാത്ത്. പ്രവർത്തനം 1 നസ്ൽ. ക്വസ്റ്റ്യൻ 1. നിരുപാധികം മഫ്ഊലുള്ള നജസ്. ആൻസർ ഈച്ചയുടെ കാലിലുള്ളത്. ക്വസ്റ്റ്യൻ 2. വെള്ളത്തിൽ മാത്രം മഫ്ഊലുള്ള നജസ്. ആൻസർ മത്സ്യത്തിൻ്റെ കാഷ്ടം. ക്വസ്റ്റ്യൻ 3. ഭക്ഷണത്തിൽ മാത്രം മഫ്ഊലുള്ള നജസ്. ആൻസർ പഴത്തിലെ പുഴു. ക്വസ്റ്റ്യൻ 4. നിസ്കാരത്തിൽ മാത്രം മഫ്ഊലുള്ള നജസ്. ആൻസർ മൂക്കിൽ നിന്ന് വരുന്ന കുറഞ്ഞ ചോര. പ്രവർത്തനം 2 നംലുൽ ആനാത്ത്. ക്വസ്റ്റ്യൻ 1. നിരുപാധികം മഫ്ഊലുള്ള നജസുകൾ. ആൻസർ 1. നജസായ കുറഞ്ഞ രോമം. 2. നജസിൻ്റെ പൊടി പുക. 3. നജസിൻ്റെ നീരാവി തൂവൽ. 4. ഈച്ചയുടെ കാലിലുള്ളത്. 5. സാധാരണ നിലയിൽ കാണാൻ കഴിയാത്തത്. 6. ഛർദ്ദിക്കുന്ന കൊച്ചുകുട്ടികളുടെ വായിലുള്ളത്. 7. ചവച്ചരക്കുന്ന ജീവിയുടെ വായിലുള്ളത്. 8. പക്ഷികളുടെ വായിലുള്ളത്. ക്വസ്റ്റ്യൻ 2. വെള്ളത്തിൽ മാത്രം മഫ്ഊലുള്ള നജസുകൾ. ആൻസർ മത്സ്യം പോലെയുള്ള ജീവികളുടെ കാഷ്ടം. 2. ചെള്ള്, പെൺ തുടങ്ങിയവയുടെ ശവം. ക്വസ്റ്റ്യൻ 3. ഭക്ഷണത്തിൽ മാത്രം മഫ്ഊലുള്ള നജസുകൾ. ആൻസർ മാംസത്തിൽ ശേഷിക്കുന്ന രക്തം. 2. ധാന്യങ്ങളായ മെതിക്കാളയുടെ മൂത്രം. 3. പഴത്തിലെ പുഴു. 4. ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലെ മാലിന്യങ്ങൾ. 5. നജസായ വെണ്ണീരിൽ നിന്ന് പാറിയ പൊടി. 6. ആട്, പശു തുടങ്ങിയ ജീവികളുടെ അകിടിലെ നജസ്. 4. നിസ്കാരത്തിൽ മാത്രം മഫ്ഊലുള്ള നജസുകൾ. ആൻസർ ഒലിക്കുന്ന രക്തമല്ലാത്ത ജീവികളുടെ രക്തം. 2. മുറിവുകളിലെ രക്തം. 3. അന്യ വ്യക്തിയുടെ കുറഞ്ഞ രക്തം. 4. കണ്ണ്, മൂക്ക്, ചെവി തുടങ്ങിയ ദ്വാരങ്ങളിൽ നിന്ന് വരുന്ന കുറഞ്ഞ രക്തം. 5. നജസ് ഉണ്ടെന്ന് ഉറപ്പുള്ള വഴിയിലെ കുറഞ്ഞ നജസ്. പ്രവർത്തനം 3 തഹ്സീസ്. ക്വസ്റ്റ്യൻ 1. നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് അഴിച്ചു മാറ്റിയ സംഭവം വിവരിക്കുക. ആൻസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോടൊപ്പം നിസ്കരിച്ചു കൊണ്ടിരിക്കെ തൻ്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റി. ഇത് കണ്ട സ്വഹാബികൾ അപ്രകാരം ചെയ്തു. നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചെരുപ്പ് അഴിച്ചത്? അങ്ങ് അഴിച്ചു വെച്ചപ്പോൾ ഞങ്ങൾ അഴിച്ചു വെച്ചതാണ്. അവർ പ്രതികരിച്ചു, എൻ്റെ ചെരുപ്പുകളിൽ നജസ് ഉണ്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം അറിയിച്ചത് കൊണ്ടാണ് ഞാൻ അഴിച്ചു വെച്ചത്. നിങ്ങൾ മസ്ജിദിൽ വന്നാൽ ചെരുപ്പിൽ നജസ് ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചതിനു ശേഷം നിസ്കരിക്കുക. ക്വസ്റ്റ്യൻ 2. ചില നജസുകൾക്ക് അഫ്വ് കൊടുക്കാനുള്ള കാരണം ഉദാഹരണ സഹിതം എഴുതുക. ആൻസർ ഈച്ചയുടെ കാലിലെ നജസ്. എല്ലായിടത്തും അഫ്വ് നൽകാനുള്ള കാരണം സാധാരണ എവിടെയും കാണുന്ന ജീവിയാണ് ഈച്ച. നമ്മൾ നിസ്കരിക്കുമ്പോൾ വന്നിരിക്കുന്നു, ഭക്ഷണത്തിൽ ഇരിക്കുന്നു, അതിനെ തടയൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മാപ്പ് നൽകിയത്. ചവച്ചരക്കുന്ന ജീവികളുടെ വായിലുള്ളത്. ഫാമിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ ഏതു സമയവും അത് വൃത്തിയാക്കലൊക്കെ പ്രയാസമാകും. ഛർദ്ദിക്കുന്ന കൊച്ചുകുട്ടി. കുട്ടിയുടെ ഉമ്മ മറ്റാരെങ്കിലും നിസ്കരിക്കുമ്പോൾ വന്ന് പിടിച്ചാൽ ആ കുട്ടിയുടെ വായിലുള്ളതിന് മാപ്പുണ്ട്. ഇപ്പോൾ ഈ പാഠത്തിൻ്റെ എല്ലാ തദ്രിബാത്തും അവസാനിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.